കൂടാരം ആശയത്തോർക്കാശയമരുളും അഭയസങ്കേതം Divine, divine, divine blessing. ദൈവം നൽകിയ സ്നേഹവരദാനം Divine, divine, divine. പ്രൈസ് ദ ലോർഡ്. ഡിവൈൻ ബ്ലെസ്സിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുൾ ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് ചില സമയങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ, മനസ്സിന് പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ എടുത്തു വായിക്കുന്ന ഒരു വചനമാണ്. ഇപ്പോൾ യാക്കോബേ എന്നുള്ള ആ സ്ഥലത്ത് ഞാൻ എൻ്റെ പേര് വയ്ക്കും, എന്നിട്ട് ബാക്കി വചനം വായിക്കും. നിങ്ങളും യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം 1-ാമത്തെ വചനം എടുത്ത് വായിക്കുക. നിങ്ങളുടെ പേര് യാക്കോബേ എന്ന് വിളിക്കുന്നിടത്ത് വയ്ക്കുക, എന്നിട്ട് വായിക്കുക. അപ്പോൾ തമ്പുരാൻ പറയും, ജോസഫേ, മേരി, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുൾ ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. നമ്മൾ കർത്താവിൻ്റേതാണ്. കർത്താവ് നമ്മോട് കൂടി ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെന്തിനാണ് ഭയപ്പെടുന്നത്? പിന്നെ എന്തിനാണ് നമ്മൾ നമ്മുടേതായിട്ടുള്ള കഷ്ടതകളിലേക്ക് തിരിഞ്ഞു നോക്കുന്നത്? കർത്താവ് നമ്മെ മുന്നോട്ട് നയിക്കും. നമുക്ക് വചനം കേൾക്കാം, വചനം വായിക്കാം, വചനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താം. കർത്താവ് നമ്മോട് കൂടെ ഓരോ നിമിഷവും സഞ്ചരിക്കും. പ്രൈസ് ദ ലോർഡ്. Divine, divine, divine blessing. Divine, divine, divine. ഇനി ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മുടെ തലയിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്ന ഈ കെമിക്കല് വലിയ ക്വാണ്ടിറ്റിയിൽ റിലീസ് ചെയ്യപ്പെടും. അങ്ങനെ വലിയ അളവിൽ ഭയത്തിൻ്റെ കെമിക്കൽ, വലിയ അളവിൽ നിരാശയുടെ കെമിക്കല്, വലിയ അളവിൽ ആങ്സൈറ്റിയുടെ കെമിക്കല് അങ്ങനെ തലയിലേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂർ ഭയം, 24 മണിക്കൂർ നിരാശ, 24 മണിക്കൂറും ജീവിക്കണ്ട എന്ന ചിന്ത, അത് നമ്മളെ പിടികൂടുന്നു. അങ്ങനെ 24 മണിക്കൂറും ഈ നെഗറ്റീവ് ചിന്ത നമ്മുടെ തലയിൽ വന്നാൽ നമുക്ക് ഉറങ്ങാനൊന്നും പറ്റിയില്ല, നമ്മൾ ആപടെ അസ്വസ്ഥരാകും. അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരെ പോയി സൈക്കാട്രിസ്റ്റിനെ പോയി കാണും. സൈക്കാട്രിസ്റ്റ് പരിശോധിക്കുന്നു ഏത് കെമിക്കലാണ് ഇയാളുടെ ബോഡിയിലേക്ക് റിലീസ് ചെയ്തിരിക്കുന്നത്. ആ കെമിക്കലിനെ ഡിലീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഏതെങ്കിലും ടാബ്ലറ്റ് ഡോക്ടർമാർ കുറിച്ച് തരുന്നു. അങ്ങനെ നീ അത് കഴിക്കുന്നു. അങ്ങനെ കഴിക്കുമ്പോൾ നിൻ്റെ ബോഡിയിലേക്ക് റിലീസ് ചെയ്ത കെമിക്കലിനെ അത് ഡിസോൾവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. പക്ഷേ ഈ ചിന്ത അങ്ങനെ തലയിൽ കിടക്കുന്നത് കൊണ്ട് നമ്മുടെ ന്യൂറോണിൽ നിന്ന് വീണ്ടും വീണ്ടും ഈ കെമിക്കൽ വലിയ തോതിൽ നമ്മുടെ ബോഡിയിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഗുളിക കഴിച്ചുകൊണ്ട് മാത്രമായില്ല, നമ്മുടെ ചിന്തയിൽ ഒരു മാറ്റം വന്നാൽ മാത്രമേ നമുക്ക് സൗഖ്യം കിട്ടുകയുള്ളൂ. അപ്പോൾ ചിന്ത നമുക്ക് എങ്ങനെ മാറ്റാൻ കഴിയും? ചിന്ത അങ്ങനെ മാറ്റാനുള്ള പ്രത്യേകമായ മരുന്നൊന്നും ഡോക്ടറെ കയ്യിലിരിപ്പില്ല. അവരുടെ കയ്യിൽ ആകെപ്പാടെ ഉള്ളത് ഉറങ്ങാനുള്ള മെഡിസിൻ കൊടുക്കുക എന്നതാണ്. അങ്ങനെ ഉറങ്ങാനുള്ള മെഡിസിൻ കഴിച്ചു കഴിയുമ്പോൾ ഒരു മയക്കമൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് വഴി അതിൻ്റെ ആ ഡെൻസിറ്റിയിലൊക്കെ ഒരല്പം കുറവുണ്ടാവും, അത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ചില മെൻ്റൽ ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ 10-15 വർഷമായി
ഉറങ്ങാനുള്ള ഗുളിയൊക്കെ കഴിച്ച് രോഗികളിങ്ങനെ മയങ്ങി മയങ്ങി ഇരിപ്പുണ്ടാകും. ഹല്ലേലൂയ. പക്ഷെ അവിടെ രോഗത്തിനൊന്നും കുറവൊന്നും ഉണ്ടാകില്ല. പക്ഷെ ആ വയലൻസും മറ്റു പല കാര്യങ്ങളൊക്കെ തൽക്കാലം ഉണ്ടാകുന്നില്ല. അത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു തെളിവ് കൂടെ പറഞ്ഞു. നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് വാർദ്ധക്യത്തിൽ ഗർഭവതിയാണ്. ഇത് കേട്ടപ്പോൾ മറിയത്തിന് മനസ്സിലായി, തീർച്ചയായും ഇത് ദൈവത്തിൻ്റെ സന്ദേശമാണ്. ഉടനെ മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. അപ്പോൾ മറിയം പരിശുദ്ധാത്മാവുകൊണ്ട് നിറഞ്ഞു, യേശുവിനെ ദൈവപുത്രനെ ഗർഭം ധരിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിന്നെ നമ്മൾ ബൈബിളിൽ വായിക്കുന്ന ഇതാണ്, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:26 ഇങ്ങനെ പറയുന്നു, വേണ്ടും വണ്ണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. അതിനാൽ ആത്മാവ് നമ്മുടെ ബലഹീനതയിൽ നമ്മെ സഹായിക്കുന്നു. ആത്മാവ് അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. എൻ്റെ പേര് ഷെറിൻ. ഇതെൻ്റെ ഭാര്യ ജോസ്മി. ഇതെൻ്റെ അപ്പച്ചൻ ജോർജ്. ഞങ്ങൾ ഇറ്റലിയിൽ മിലാനിൽ നിന്നാണ് വന്നത്. കാലടി പെരുമ്പാവൂർ അടുത്താണ് ഞങ്ങളുടെ വീട്. ഞങ്ങൾ ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് ഒരുപാട് ഞങ്ങൾ ആഗ്രഹിച്ചായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങൾക്കൊരു സാഹചര്യം ഒത്തു കിട്ടിയത്. അപ്പം ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ചു. ആന്തരിക സൗഖ്യ ധ്യാനം നല്ല ശരിക്കും നല്ല ഉണർവോടെ ഞങ്ങൾക്ക് കൂടാനായിട്ട് സാധിച്ചു. യേശുവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതാണ് ആ സ്ത്രീ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സ്ത്രീ എന്തു ചെയ്തു? ആ സ്ത്രീ എന്തു ചെയ്തു എന്ന് യോഹന്നാന്റെ സുവിശേഷം 4:28 തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ സ്ത്രീ ചെയ്ത കാര്യം വചനം പറയാണ്. ആ സ്ത്രീ ആകട്ടെ ആ കുടം അവിടെ വെച്ചു. ഏതാ കുടം? അന്ന് വരെ അവളുടെ ജീവിതത്തിൽ അവൾ ചെയ്തതായ പാപത്തിന്റെ മാലിന്യങ്ങൾ അടങ്ങിയ ജീവിത മൺകുടം അടിയറ വെച്ച അവർക്ക് ഈശോ കൊടുത്ത ജലമാണ് ജീവജലം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കൂ. ഈ ജലം കുടിച്ചു തുടങ്ങിയ അവള് പിന്നീട് ഒരിക്കലും പാപം ചെയ്തില്ലെന്ന് മാത്രമല്ല, ജീവജലം കുടിച്ചു തുടങ്ങിയ അവള് പിന്നീട് ഒരിക്കലും പാപജലം കുടിച്ചില്ലെന്ന് മാത്രമല്ല, യോഹന്നാന്റെ സുവിശേഷം 4:39 മുതൽ 42 വരെയുള്ള തിരുവചനം, അവളുടെ പാപം ചെയ്യാത്ത ജീവിതം കണ്ടിട്ടുണ്ടല്ലോ. ഇവൾ ഒരു കാലത്ത് നന്നായില്ല എന്ന് ഇവളെക്കുറിച്ച് പറഞ്ഞ വീട്ടുകാർ, നാട്ടുകാർ, അയലക്കംകാർ മുഴുവൻ വാക്കുമാറ്റി പറയാൻ തുടങ്ങി. അവരെല്ലാവരും വാക്കുമാറ്റി പറയാൻ തുടങ്ങി. എന്താണെന്നറിയോ? ഇവളെക്കുറിച്ച് അവരെല്ലാം പറഞ്ഞു ഒരു കാലത്ത് നന്നായിരുന്ന. അവൾ എങ്ങനെ ഇപ്പൊ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ അവളുടെ പാപം ചെയ്യാത്ത ജീവിതം, അവളുടെ പാപം ചെയ്യാത്ത ജീവിതം കണ്ടപ്പോൾ ആൾക്കാരൊന്നടങ്കം ഈ സ്ത്രീയോട് ചോദിക്കാൻ തുടങ്ങി, നിനക്കിതെങ്ങനെ സാധിക്കുന്നു, നിനക്കിതെങ്ങനെ സാധിക്കുന്നു? അവള് ഈശോയെക്കുറിച്ച് പറഞ്ഞു. വചനം പറയാണ്, ആ സമരിയാക്കാരി സ്ത്രീയുടെ ജീവിത സാക്ഷ്യം മൂലം സമരിയ ദേശത്തുണ്ടായിരുന്ന സകല ആൾക്കാരും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുവിൻ്റെ സാക്ഷികളായി മാറി.
എൻ്റെ പേര് ജോബി. ഞാൻ വരുന്നത് കാസർഗോഡ് ജില്ലയിൽ നിന്നാണ്. ഞാൻ ഈ ഒരാഴ്ചത്തെ ധ്യാനത്തിൽ എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ കിട്ടി. ഞങ്ങൾ ഫാമിലിയായിട്ടാണ് വന്നത്. ഞങ്ങൾ ഫാമിലി പിള്ളേരുമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒത്തിരി ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ഞങ്ങൾക്ക് നല്ലൊരു വിശുദ്ധിയിൽ വളരാനുള്ള കൃപ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നുണ്ട്. ഒത്തിരി സന്തോഷത്തോടെയാണ് ധ്യാനം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നത്. ദൈവത്തിന് ഒത്തിരി നന്ദി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതിനെക്കുറിച്ചൊരു അല്പം കൂടെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നുണ്ട്, അന്ത്യ അത്താഴ വേളയിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരോടൊത്ത് പെസഹ ഭക്ഷിക്കുന്ന ഒരു സംഭവം കാണുകയാണ്. ഈ പെസഹ ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതം ഈ പെസഹായോട് ചേർന്ന ഒരു ജീവിതമായിരുന്നു. പെസഹ ആചരിക്കുക എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കാര്യമാണ്. കാരണം എന്താണെന്നറിയാമോ? അടിമത്തത്തിലായിരുന്ന അവരെ സ്വാതന്ത്ര്യത്തിലേക്ക്, ജീവനിലേക്ക്, സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക് നയിച്ചതിൻ്റെ അടയാളമാണ് പെസഹ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ പെസഹ ഭക്ഷണത്തിന് ഇസ്രായേൽ ജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ അവർ അനുസ്മരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ആ അനുസ്മരണത്തിന് അവരുടെ ജീവനോളം വിലയുണ്ട്. ഈ പെസഹ അനുസ്മരണത്തിന് അവരുടെ ജീവനോളം വിലയുണ്ട്. അത് നമുക്കറിയാവുന്നതാണ്. പെസഹായ്ക്ക് അവരെന്താ ചെയ്തത്? അതായത് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാനായിട്ട് ദൈവമായ കർത്താവ് ഒരുക്കിയ ഒരു അനുഗ്രഹമായിരുന്നു ഇത്. ഞങ്ങൾ കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഇവിടെ ധ്യാനം കൂടാൻ വേണ്ടിയിട്ട് വന്ന് ഞാനും മോളും ഉണ്ട്. എൻ്റെ പേര് ഷിക്കോ. ഞങ്ങൾക്ക് ധ്യാനം ഭയങ്കര ഒരു അനുഭവമായിരുന്നു. കാരണം എൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി. ആ ഒരു വിഷമത്തിൽ ഞങ്ങൾ വന്ന ഇവിടെ പനക്കിലച്ഛൻ്റെയും ജെയിംസ് ബ്രദറിൻ്റെ ധ്യാനവും ഞങ്ങൾക്ക് ക്ലാസ്സൊക്കെ ഭയങ്കര ഇതായിപ്പോയി. ഞങ്ങളെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ദുഃഖത്തിന്റെ കുഴപ്പം എന്നാന്നറിയാവോ? ഈ പ്രഭാഷകൻ 38 18 വാക്യം പറയുന്നുണ്ട്, ഈ ദുഃഖമേറുമ്പോൾ എന്ത് സംഭവിക്കും? എന്താ പറഞ്ഞിരിക്കുന്നത്? ദുഃഖം മരണത്തിൽ കലാശിക്കുന്നു. ദുഃഖം മരണത്തിൽ കലാശിക്കുന്നു. ഹൃദയവേദന ശക്തി കെടുത്തുന്നു. ഹൃദയവേദന എൻ്റെ ശക്തി കെടുത്തിക്കളയും. എന്നിലെ ശക്തിയെല്ലാം ഹൃദയത്തിന്റെ വേദന കൊണ്ട് നഷ്ടപ്പെട്ടു പോകും. എൻ്റെ പേര് വിൻസെൻ്റ്. ഇതെൻ്റെ ഭാര്യ ഷൈനി. ഞങ്ങൾ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. പൂളക്കുറ്റി എന്നാണ് ഞങ്ങളുടെ താമസ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ കുറേ നാൾ കൂടി ധ്യാനത്തിൽ നിന്നെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ പെട്ടെന്നൊന്നും സാധിച്ചില്ല. അങ്ങനെ ഞങ്ങളിപ്പോൾ കുടുംബമായിട്ടാണ് ധ്യാനിക്കാൻ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് 4 മക്കളുണ്ട്. അവരും ഉണ്ട് ഇവിടെ ധ്യാനത്തിന്.
അവരവിടെ കുട്ടികളുടെ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഒത്തിരിയേറെ മാനസിക പ്രയാസത്തിലൂടെ സംഘർഷത്തിലൂടെയാണ് ഇവിടേക്ക് വന്നത്. അപ്പോൾ പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല, വലിയ നിരാശയിലായിരുന്നു. ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. അത്രമാത്രം ദുരിതത്തിലൂടെ സന്തോഷമില്ലാതെ ഒരു ജീവിക്കണോ വേണ്ടയോ എന്നുള്ളൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത്. ഒത്തിരി കടബാധ്യതയും പ്രതിസന്ധിയും എല്ലാം ഉണ്ട്. എന്നാൽ ഇവിടെ വന്നിപ്പോൾ പ്രാർത്ഥിച്ചതിന് ശേഷം സത്യം പറഞ്ഞാൽ ഞാൻ ആകെ തകർന്നാണ് ഇവിടെ വന്നത്. എന്നാലിപ്പോൾ വലിയൊരു പ്രത്യാശയും പ്രതീക്ഷയും വന്നു. ദൈവം വഴി നടത്തും എന്നുള്ള ഒരു ഉറപ്പെനിക്ക് കിട്ടി. ആ ഒരു വലിയ വിശ്വാസത്തിലേക്ക് ഞാൻ വളർന്നു. എൻ്റെ ജീവിത പങ്കാളിക്കും ആ ധൈര്യം കിട്ടിയിട്ടുണ്ട്. വലിയൊരു വിശ്വാസത്തിലേക്ക് വളർത്തിയ ദൈവത്തിന് ഒത്തിരിയേറെ നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. ദൈവത്തിന് മനുഷ്യൻ്റെ സാമീപ്യം നഷ്ടപ്പെട്ടു പോയി. അതിന് ദൈവത്തിന് മനുഷ്യരുടെ കൂടെ നടക്കാൻ, അല്ലേ? എമ്മാനുവൽ എന്ന് പറഞ്ഞാൽ കൂടെ നടക്കുന്നവൻ. കൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മളോട് സംസാരിക്കാൻ പറ്റും. കൂടെ നടക്കുന്നവർക്കില്ലേ? പറ്റിയല്ലേ? ഒരു പാമ്പ് കടിക്കാൻ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കുന്നയാൾക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റും, അല്ലെ? നമ്മളൊന്ന് തളർന്ന് വീണ് കഴിഞ്ഞാൽ നമ്മളെ താങ്ങാൻ പറ്റും. നമ്മുടെ കൂടെ നടക്കുന്ന ഒരു ദൈവം. എൻ്റെ പേര് ജിസ്മോൾ ചെറിയാൻ. ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. യാതൊരു മുൻവിധികളും ഒന്നും ഇല്ലാതെയാണ് ഞാൻ ഈ ധ്യാനത്തിന് വന്നത്. പക്ഷേ വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ മനസ്സിനും ശരീരത്തിനും അതുപോലെ തന്നെ നല്ലൊരു നന്നായിട്ട് ഫ്രീ ആയ പോലെ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ പുത്തൻ തീരുമാനങ്ങൾ എടുക്കാനും ഇനി വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം ഈ ധ്യാനത്തിലൂടെ എനിക്ക് ലഭിച്ചു. താങ്ക് യു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-ഉം 45-ഉം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യുകയും ചെയ്യുന്നു. എൻ്റെ പേര് ലിൻസി. ഞാൻ കാഞ്ഞൂരിൽ നിന്ന് വരുന്നു. ഒരാഴ്ചത്തെ ധ്യാനം വളരെ നന്നായിരുന്നു. പനക്കലച്ചൻ്റെ ധ്യാനത്തിലും മാത്യു അച്ഛൻ്റെ ധ്യാനമൊക്കെ കേട്ടപ്പോൾ ഒത്തിരി മനസ്സിന് സന്തോഷവും ജീവിക്കാനുള്ള പ്രേരണയും എല്ലാം കിട്ടി. ജെയിംസ് ബ്രദറിൻ്റെ ക്ലാസ്സും ഒത്തിരി നന്നായിരുന്നു. തിരുവചനങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഒത്തിരി ആത്മീയ ജീവിതം നയിക്കുവാനുള്ള പ്രേരണയൊക്കെ കിട്ടി. നല്ല ധ്യാനമായിരുന്നു. ഇവിടുത്തെ സാഹചര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഒത്തിരി നന്നായിരുന്നു. ഇവിടെ വന്ന് ഈ ധ്യാനം കൂടാൻ അനുഗ്രഹിച്ച ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. നിന്റെ ഉള്ളില് വല്ല പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞു, എന്ത് പ്രശ്നം? ഞാനൊരു പ്രശ്നമുള്ള ഒരാളല്ല. പിന്നെ എന്താന്ന് വെച്ചാൽ കഞ്ഞുടിക്കാൻ വകയില്ലാത്തൊരു വീട്ടിൽ നിന്നാണ് ഞാൻ വരണത്. എൻ്റെ അപ്പൻ ഒരു ട്രേഡ് യൂണിയൻ നേതാവ്, അമ്മ അപ്പൻ്റെ യൂണിയനിലെ മെമ്പറും അളകപ്പ ടെക്സ്റ്റൈൽസിലെ ഒരു ജീവനക്കാരി. ഞങ്ങൾ 4 മക്കൾ. സംഗതി ഉയരം കൂടുണ്ടെങ്കിലും വിവരം കുറഞ്ഞവനാണ് ഞാൻ. ഇന്ന് എൻ്റെ അനിയനിൽ നിന്ന് ഞാൻ പഠിച്ചു. എൻ്റെ പേര് ജോളി. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഇവിടെ ഞാൻ ഒരാഴ്ച ധ്യാനം കൂടാൻ വന്നിരുന്നു. പക്ഷെ എനിക്ക് കുറച്ച് വേദനകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ അതൊക്കെ എല്ലാം സുഖമായി. അപ്പം നല്ല ധ്യാനമായിരുന്നു. എൻ്റെ പേര് ഷിബിൻ. ഞാൻ കോട്ടയം കൊടവലങ്ങാട് ഭാഗത്തു നിന്ന് പറഞ്ഞു. എനിക്ക് ഈ 4 ദിവസത്തെ അനുഭവം വളരെ നല്ല രീതിയിൽ അനുഭവം ഉണ്ടായി. ചുമക്കുമ്പോൾ ചങ്കത്ത് വേദന, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ ധ്യാനം കൂടിയിലൂടെ എനിക്കത് ഞാൻ സുഖപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ഇനി മുന്നോട്ടുള്ള എൻ്റെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യപ്പെടുന്നു. ഹൃദയം തേടിയിടും സ്നേഹമേ നീ,
യേശുനാഥ ഞാനിന്നൊരു മലകയറ്റം നടത്തും. ആ മലകയറ്റം മറ്റൊന്നുമല്ല, കുംഭസാരം എന്ന മലകയറ്റമാണ്. മൈക്കിൾ പാളയത്ത് ജനത്തെ ഓർക്കണം, മറക്കരുത്. ആ ദേശം മുഴുവനും അനുതപിച്ചപ്പോൾ 53 വർഷത്തെ നഷ്ടപ്പെട്ട ബ്ലെസ്സിങ് അവർക്ക് ദൈവം കൊടുത്തു. നീ കുംഭസാരിച്ച നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു തരും. ലൂക്ക 19:10 നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഈ അൾത്താരിൽ ഈശോ വന്നിരിക്കുന്നത് നിനക്ക് പാപത്തിലുള്ള നഷ്ടപ്പെട്ട കൃപകളെല്ലാം നിനക്ക് തിരിച്ചു തരാൻ വേണ്ടിയാണ്. 2 കരങ്ങൾ നീട്ടി എല്ലാം മറന്ന് ഇട്ടിവെട്ടുന്ന ശബ്ദത്തിലൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. അഭിഷേകത്തോട് സ്തുതിക്കട്ടെ, അഭിഷേകത്തോട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൽ വിശ്വസിക്കുകയും കർത്താവിൽ പ്രത്യാശ അർപ്പിച്ച് ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ നമുക്ക് ഈ ആഴ്ചയിലെ ധ്യാനത്തിലൂടെ അങ്ങനെ ഒരു ബോധ്യം നമുക്ക് കിട്ടി. കർത്താവ് വിശ്വസിക്കുകയും കർത്താവിൽ പ്രത്യാശ അർപ്പിച്ച് ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് കർത്താവ് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉറപ്പാണ് റോമാലേഖനം 8:31 ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ ഒരു ബോധ്യം ഉണ്ടാകട്ടെ. നീ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും കർത്താവ് നിൻ്റെ പക്ഷത്തുണ്ട്, കർത്താവ് നിൻ്റെ കൂടെയുണ്ട്, കർത്താവ് നിൻ്റെ ജീവിത എല്ലാ ആവശ്യങ്ങളിലും ഉണ്ട്. ഇപ്പം ഈ ആഴ്ചയിലെ ധ്യാനത്തിലൂടെ ആ ഒരു ബോധ്യം, ഈ ലഭിച്ച ബോധ്യം നമ്മളിൽ എന്നും നിറയ്ക്കണം, എന്നും നമ്മളിൽ ഈ ബോധ്യം ജ്വലിക്കണം. ഞാൻ തകർന്നവനാകട്ടെ, പരാജയപ്പെട്ടവനാകട്ടെ, രോഗിയാകട്ടെ, വ്യത്യസ്തമായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുള്ള വ്യക്തികളാകട്ടെ, ഏത് തലത്തിലുള്ള വ്യക്തിയായാലും നമ്മുടെ ഉള്ളിലെ ഉറപ്പ് കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ട്. അതുകൊണ്ട് ഏതെല്ലാം മനുഷ്യ വ്യക്തികൾ നമുക്കെതിരെ ചിന്തിച്ചാലും പറഞ്ഞാലും പ്രവർത്തിച്ചാലും അവർക്കൊന്നും എൻ്റെ ജീവിതത്തെ തകർക്കാൻ പറ്റിയല്ല, അവർക്ക് എന്നും എൻ്റെ ജീവിതത്തെ പല രീതിയിൽ ദ്രോഹിക്കാൻ പറ്റിയല്ല. പക്ഷേ ഞാൻ ഉണ്ടെന്ന് പറയുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നോട് ചെയ്യുന്നു എന്ന് പറയുന്ന ദ്രോഹവും ബുദ്ധിമുട്ടും എല്ലാം താൽക്കാലികമാണെന്ന് തിരിച്ചറിയണം. ആത്യന്തികമായിട്ട് നമ്മുടെ കൂടെയുള്ള കർത്താവ് നമുക്ക് വിജയം തരും, ഉയർച്ച തരും. ഈ ഒരു ബോധ്യം, അതാണ് നമുക്ക് ഈ ധ്യാനത്തിലൂടെ എന്നും നമ്മളിൽ നിറഞ്ഞു നിൽക്കേണ്ടതായിട്ടുള്ള ആ ഒരു ഉറപ്പ്. ഈ ഉറപ്പിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഇനി മുമ്പോട്ടുള്ള ജീവിത വഴികളിൽ ഏതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചാലും അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവിച്ചാലും അവിടെ ഒന്നും നമ്മുടെ മനസ്സ് പതറാതെ, അസ്വസ്ഥരാകാതെ, നിരാശ തോന്നാതെ കർത്താവിൻ്റെ വിജയം തരുന്ന കരങ്ങളിൽ മുറുകെ പിടിച്ച് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ആ ഒരു ബോധ്യം ഈ ധ്യാനത്തിലൂടെ സ്വീകരിക്കാനായിട്ട് സാധിച്ച നമുക്ക് ഈ ബോധ്യം കണ്ട് ജീവിക്കുന്ന നിന്നിലൂടെ ഇനിയുള്ള ഓരോ ആഴ്ചയിലും അനേകരെ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് പറഞ്ഞുവിടാനായിട്ട് നമുക്ക് സാധിക്കണം. ഓർക്കുക, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ 7 ഭാഷകളിൽ ധ്യാനം എല്ലാ ആഴ്ചയിലും, ഞായറാഴ്ച വൈകുന്നേരം മുതൽ വെള്ളിയാഴ്ച രാവിലെ വരെ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആരെയും എല്ലാ ഞായറാഴ്ചയും പറഞ്ഞുവിടാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവം നിങ്ങളിലൂടെ ഇനി അനേകം മക്കളെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷയിലേക്ക് ആനയിക്കുവാൻ കർത്താവിൻ്റെ കരങ്ങളിൽ ഒരു ഉപകരണമായി മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. നല്ലവനായ ദൈവത്തിൻ്റെ സമർത്ഥമായ അനുഗ്രഹം എല്ലാവരിലും കൂടുതലായി നിറയട്ടെ. ആമേൻ.